ഗുരു ഓം. നടരാജ ഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. പ്രയാസങ്ങളുടെ കാലം എന്ന അധ്യായം ഭാഗം 2. വലിയവരുമായുള്ള കൂട്ട് എന്ന ഉപാധ്യായം. വല്ല പണക്കാരെയും നിങ്ങൾ പിടികൂടാത്തതെന്ത്? എൻ്റെ പ്രവർത്തനത്തിൽ അഭ്യുദയകാംക്ഷികളെന്ന് തോന്നിയവരിൽ നിന്നും തുടർച്ചയായി എൻ്റെ കാതുകളിൽ വന്ന് തറച്ചുകൊണ്ടിരുന്ന വാക്കുകളാണിത്. പണക്കാരെന്ന് പറയുന്നവരെല്ലാം എനിക്ക് പിടിതടാതെ ഒഴിഞ്ഞു മാറാൻ സാമർഥ്യമുള്ളവരാണ് എന്നാണ് എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചത്. അത് പുറത്തു പറയാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. എങ്കിലും അതിനുള്ള സാധ്യത കൂടി പരീക്ഷിച്ചു നോക്കുന്നതിൽ നിന്ന് ഇതെന്നെ പിന്തിരിപ്പിച്ചില്ല. ഞാൻ പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്നും വന്നയുടനെ അവിടെ ഇംഗ്ലീഷ് പ്രൊഫസറായ ഒരാളാണ് അന്ന് കുന്നൂരിലെ സബ് കളക്ടറായിരുന്നത്. അദ്ദേഹത്തിന് എന്നോട് അനുഭാവമുണ്ടാകുമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. ഒരു വിവിധ കലാപ്രകടന പരിപാടിയിലേക്ക് ഞാൻ കുട്ടികളെ തയ്യാറാക്കി. അപ്പർ കുന്നൂരിലെ കോസ്മോപോളിറ്റൻ ക്ലബ്ബ് വക ഹാളിലാണ് പരിപാടികൾ നടത്തുന്നത്. നഗരത്തിലെ പ്രമാണിമാരെയെല്ലാം ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ചു. ഒരു നാടകം അവിടെ അഭിനയിച്ചതിൽ 3 ജൂതന്മാരിൽ പ്രധാനിയുടെ ഭാഗമെടുത്ത് ഞാനൊരു വിഡ്ഢിവേഷവും കെട്ടി. ഈ വേലത്തരങ്ങളെല്ലാം കൂടി എൻ്റെ ശുഷ്കമായ മടിശീലയെ ഒന്നുകൂടി ശോഷിപ്പിച്ചു എന്നതൊഴിച്ചാൽ എല്ലാം ഒരു പുക പോലെ പോയി. ഏതെല്ലാം അടവുകൾ എടുത്തിട്ടും ഞങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. ഇതുപോലെ 2 ഉദ്യമങ്ങൾ കൂടി നടത്തിയിട്ടുള്ളതായി ഓർക്കുന്നു. അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അന്ന് ഗംഭീര പരിപാടികൾ മോടിയായി തന്നെ നടത്തി. ആദ്യത്തേത് 1924 ജൂൺ 8 നടത്തിയ 1ാമത്തെ ഗുരുകുല വാർഷികമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സർ AP പത്രോ ആയിരുന്നു അധ്യക്ഷൻ. അന്ന് അച്ചടിച്ച പരിപാടി ഞാൻ വളരെ കാലം സൂക്ഷിച്ചിരുന്നു. ഗുരുകുല വിദ്യാർത്ഥികളുടെ സംഗീതം, സെക്രട്ടറിയുടെ റിപ്പോർട്ട് വായന, ഗുരുകുല വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ടാഗോറിൻ്റെ സന്യാസി എന്ന നാടകം, ഇതെല്ലാമാണ് അതിലെ മറ്റിനങ്ങൾ. അന്ന് സർ T സദാശിവയ്യരും ഡോക്ടർ ജെയിംസ് H കസിനും സന്നിഹിതരായി പ്രോത്സാഹജനകമായ പ്രസംഗങ്ങൾ ചെയ്തു. ദിവാൻ ബഹാദൂർ KS രാമസ്വാമി ശാസ്ത്രി പ്രസംഗിച്ചു. സർ പത്രോയുടെ ഉപസംഹാര പ്രസംഗത്തോടെ സമ്മേളനം അവസാനിച്ചു. ചടങ്ങുകൾ വിജയകരമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദിനപത്രങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതൊന്നും ഗുരുകുലത്തിൻ്റെ അടിസ്ഥാന കാര്യമായ ആഹാരപ്രശ്നം മുതലായവയിൽ ഗണ്യമായ ഒരു പുരോഗതിയും ഉണ്ടാക്കിയില്ല എന്നതാണ് സത്യം. ആസന്നമായ സ്ഥാനഭ്രംശവും കൂടിയായപ്പോൾ വലിയവരുമായുള്ള കൂട്ടുകൂടൽ ആർഭാടവും ഇങ്ങേയറ്റത്തെ ജീവിത ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരത്തെ കൂടുതൽ വ്യക്തമാക്കുകയേ ചെയ്തുള്ളൂ. അക്കണ്ട മലയടിവാരത്തെ ഗ്രാമങ്ങൾ തോറും പലവാരവട്ടം അലഞ്ഞ് തിരഞ്ഞ ശേഷം ഹതഭാഗ്യരായ ഗുരുകുല അന്തേവാസികൾക്കൊരു പാർപ്പിടം കണ്ടെത്തി. ഊട്ടിയിൽ നിന്ന് വളരെ അകലത്തിലല്ല, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന 4 മുറിയുള്ളൊരു കെട്ടിടം. തറയെല്ലാം പൊളിഞ്ഞതാണ്. കൂടെ 1/4 ഏക്കർ ഭൂമിയുമുണ്ട്. ഇതെല്ലാം കൂടി വാടക കൂടാതെ 3 വർഷത്തേക്ക് ഞങ്ങൾക്ക് കിട്ടി. ഒരു വക്കീലിൻ്റെ മാനേജറായിരുന്ന സൂസിയാണത് നൽകിയത്. പ്രധാന ശാഖാ റോഡിൽ നിന്ന് ആ കെട്ടിടത്തിലേക്കൊരു വഴി ഞങ്ങൾ വെട്ടിയുണ്ടാക്കി. യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ, ഹഫർ മുതലായ മരങ്ങൾക്കിടയിൽ കൂടി. ആ വീട്ടിൽ ഞങ്ങളുടെ കുടുംബം അതിൻ്റെ സകലവിധ യാതനകളോടും കൂടി കയറി താമസമായി. കുടിക്കാനുള്ള വെള്ളം 1/4 നാഴിക അകലെ നിന്ന് കൊണ്ടുവരണം. അവിടെ ബിഷപ്സ് ഡൗണിലെ താഴ്വാരങ്ങളിൽ കൂടി ഒഴുകുന്ന ഭവാനി നദിയുടെ പ്രഭവസ്ഥാനമായൊരു കൊച്ചരുവിയുണ്ട്. അതും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. ഈ ബിഷപ്സ് ഡൗണിലാണ് ഇനി ഗുരുകുലം ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയൊരിടം എന്ന ഉപപാഠം. ഇതിനിടയിൽ ഗുരുകുലത്തിന് സ്വന്തമായൊരു ഭൂമി നേടിയെടുക്കാൻ ഞങ്ങൾ യത്നിക്കുന്നുണ്ടായിരുന്നു. കുന്നൂരിലായിരുന്നപ്പോൾ അവിടുത്തെ ടെൻറ്റ് ഹിൽ വനപ്രദേശത്തും
അതിനുശേഷം വെല്ലിംഗ്ടൺ, അറവങ്കാട് എന്നീ ഗ്രാമങ്ങളുടെ അതിർത്തിയിലുള്ള ഒരു കുന്നിൻ മുകളിലും സ്ഥലം കണ്ടെത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല. ഒരു ദിവസം ഊട്ടിയിലെ ചില ഗുരുകുല അനുഭാവികളെ ഞാൻ സന്ദർശിച്ചു. അന്ന് അവരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പഴയ കാറിൽ ബിഷപ്സ് ഡൗണിൻ്റെ പടിഞ്ഞാറേ ചരിവിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നെ ആ തുറന്ന കാറിൽ ഇരുത്തിയിട്ട് അദ്ദേഹം ഒരു ചങ്ങാതിയെ കാണാൻ പോയി. സന്ധ്യ വരെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നു. ഞാൻ പ്രകൃതി ഭംഗി കണ്ടാസ്വദിച്ചു. ഇടതൂർന്നതും മങ്ങിയതുമായ ഹരിതാഭ ഇടവിട്ടിടവിട്ട് കാണുന്ന വനഭാഗങ്ങളും പച്ച പുൽപ്പരപ്പുകളും എല്ലാറ്റിനും തേജസ്സേറ്റിക്കൊണ്ട് പടിഞ്ഞാറ് നിന്നെത്തുന്ന സന്ധ്യാരാഗവും. അതിൽ ഒരു സ്ഥലം എൻ്റെ ശ്രദ്ധയെ പ്രത്യേകം ആകർഷിച്ചു. ആ സ്ഥലത്തിൻ്റെ ഭംഗി എന്നെ മാടി വിളിക്കുന്നതായി തോന്നി. വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ലെന്ന് പറഞ്ഞതുപോലെ ആ സ്ഥലത്തുള്ള കുറേ പാഴ്ഭൂമിയാണ് ഗുരുകുലത്തിനു വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് പിന്നീട് കിട്ടിയത്. നാമമാത്രമായ വിലയെന്ന് പറഞ്ഞ ഒരു തുക മുൻകൂർ അടച്ചു. ബാക്കി തുക വാടകയെന്നപോലെ അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കാനും വ്യവസ്ഥ ചെയ്തു. 1925 ഗുരുകുലത്തിലെ യാതനക്കാർ മാറി താമസിക്കാനിടയായ കെട്ടിടത്തിൽ നിന്ന് 1/2 മൈൽ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 1924 ജൂൺ 8 നടന്ന പ്രഥമ വാർഷികത്തിനും പുതിയ സ്ഥലത്ത് ഗുരുകുലത്തിന് തറക്കല്ലിടുന്നതിനും ഇടയ്ക്ക് കുട്ടികൾ 7-8 ഇടങ്ങളിൽ മാറി താമസിച്ചിട്ടുണ്ട്. അവയൊന്നും വാസസ്ഥലമെന്ന പേരിന് അർഹമായിരുന്നില്ല. ചാണകം മെഴുകിയ തറ, രാത്രിയിലെ മൂട്ടകടി, മൂടി പുതയ്ക്കാൻ പുതപ്പില്ലായ്മ, അത്താഴത്തിനുള്ള വക കിട്ടുമോ എന്നറിയാൻ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ, കാലത്തെ വെറും വയറ്റിൽ കുട്ടികൾ ഭിക്ഷയെടുക്കാൻ പോവുക, മൈലുകളായി നടന്ന് കുന്നൂരിലും കോട്ടഗിരിയിലും എത്തി അനുഭാവമുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുക. 20 മൈലോളം ഈ നടത്തം നീണ്ടു പോയിട്ടുണ്ട്. ഇതെല്ലാം അന്ന് സാധാരണ കാര്യങ്ങളായിരുന്നു. ഇക്കാലത്താണ് മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് UP-കാരൻ ഒരു ഹിന്ദി ഉസ്താദിനെ അയച്ചു തന്നത്. അദ്ദേഹവും കുട്ടികളോടൊത്ത് ഈ ക്ലേശങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു. ഗുരുകുലത്തിന് പ്രസിദ്ധി എന്ന ഉപാധ്യായം. ഗുരുകുല സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ നീലഗിരി കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ ഗുരുകുലത്തിൻ്റെ ഉദ്ദേശവും പ്രവർത്തനവും വിശദീകരിക്കുന്നതിന് ആയിരുന്നു ലക്ഷ്യം. ഇത് വലിയ പ്രസിദ്ധിക്കും കുറേയൊക്കെ വിമർശനത്തിനും ഇടയായി. ദൈവേച്ഛയെന്ന പോലെ വന്നു ചേർന്ന 4 ഏക്കർ ഭൂമിയിൽ ഗുരുകുല കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ശിലാസ്ഥാപന കർമ്മം നടത്തണമെന്ന് അപ്പോഴേക്കും ഞാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന തികച്ചും അവഗണിക്കപ്പെട്ടു എന്ന് കരുതിക്കൂടാ. സുഖവാസ സ്ഥലങ്ങളുടെ റാണി എന്ന് ഭരണാധികാരികൾ അക്കാലത്തെ വിശേഷിപ്പിച്ചിരുന്ന ഊട്ടിയിൽ അതിൻ്റെ പ്രാന്തത്തിലാണ് ഫേൺ ഹിൽ. ഗ്രീഷ്മകാല സുഖവാസത്തിനെത്തുന്ന പണക്കാരെയും മഹാന്മാരെയും ഒന്ന് വിളിച്ചു കൂട്ടുക എന്നതായിരുന്നു ചടങ്ങിൻ്റെ ഉദ്ദേശ്യം. വക്കിൽ തങ്ക ഗിൽറ്റുള്ള കാർഡിൽ ക്ഷണക്കത്തുകൾ അടിച്ചു. 37 കൊല്ലം കഴിഞ്ഞ് ഈ അവസരത്തിലും, അതായത് 1963 ഇതാ അതെൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഗംഭീരമായ വാക്കുകളിൽ രചിച്ച് മോടിയായി അച്ചടിച്ച ആ കത്തിലെ വാചകം മലയാളത്തിലാക്കിയാൽ ഇങ്ങനെയാണ്: ഗുരുകുലത്തിനു വേണ്ടി സർ AP പത്രോയുടെ ഔപചാരികമായ ക്ഷണപ്രകാരം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പുതിയ ശ്രീനാരായണ ഗുരുകുല കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം 1926 ജൂൺ 13 ഞായറാഴ്ച പകൽ 3:30 മണിക്ക് നിർവഹിക്കുന്നതായിരിക്കും. ഈ അവസരത്തിൽ ഓണറബിൾ സർ CP രാമസ്വാമി അയ്യർ KCI ഈ ഗുരുകുലത്തിൻ്റെ 3ാം വാർഷിക യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാണ്. താങ്കളുടെ സാന്നിധ്യം ഹൃദയപൂർവ്വകം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. RSVP. വിശദമായ കാര്യപരിപാടികൾ യുവാവായ മഹാരാജാവിൻ്റെ ട്യൂട്ടർ ഡോക്ടർ W. ഡോസ്വെൽ എസ്ക്വയർ ICSൻ്റെ പ്രസംഗവും ഉൾപ്പെടുത്തിയിരുന്നു. മഹാരാജാവ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് അന്ന് ആദ്യമായാണ്. തിരുവിതാംകൂറിലെ അമ്മ മഹാറാണി,
ബോബിലെ മഹാരാജാവ് തുടങ്ങിയ രാജകീയ കുലജാതരെയും നീലഗിരിയിൽ സുഖവാസത്തിനെത്തിയിട്ടുള്ളവരും അല്ലാത്തവരുമായ പല മഹാന്മാരെയും ഈ ചടങ്ങ് ആകർഷിച്ചു. ശിലാസ്ഥാപനത്തിന് കൊണ്ടുവന്നത് ഒരു മാർബിൾ കല്ലാണ്. അതിൽ തങ്കലിപിയിൽ വിവരങ്ങൾ കൊത്തിയിരുന്നു. അതിഥികൾക്കിരിക്കാനുള്ള കസാലകളും പേറിക്കൊണ്ട് വന്ന കാളവണ്ടിക്ക് സമ്മേളന ചടങ്ങുകൾ നടക്കാനുള്ള കുന്നിൻ പുറത്തെ യൂക്കാലിപ്റ്റസ് വനമധ്യത്തിൽ കൂടി നിരത്ത് കയറി വരാൻ പണിയായി. മുഖ്യാതിഥികളെല്ലാം എത്തേണ്ട സമയവുമായി. ഞാൻ കസാല കയറ്റി വരുന്ന വണ്ടിക്ക് പൈതയെടുക്കാൻ പോകുമോ അതോ അതിഥികളെ സ്വീകരിക്കാൻ പോകുമോ? അവസാനം എല്ലാം തയ്യാറായി. ചടങ്ങുകളൊക്കെ ഭംഗിയായി നടന്നു. മദുരാശിയിലും മറ്റിടങ്ങളിലും നിന്നുമുള്ള വർത്തമാന പത്രത്തിൽ എല്ലാം ഭംഗിയായി പര്യവസാനിച്ചു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള വിശദമായ വാർത്തകൾ വന്നു. ക്ഷണക്കത്തിൽ RSVP ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ചായ സൽക്കാരം ഉണ്ടായേക്കുമെന്ന് ചിലരൊക്കെ പ്രതീക്ഷിച്ചതായി പിന്നീട് ഞാൻ അറിഞ്ഞു. അവർക്ക് നിരാശരാകേണ്ടി വന്നു. ഗുരുകുലത്തിൻ്റെ സുവർണദിനം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടത്. ഗുരുകുലം ഇതാ പന്തയത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ചിലർ സന്ധ്യയ്ക്ക് സ്ഥലം വിടുമ്പോൾ പറയുകയുണ്ടായി. മറ്റു ചിലർ പറഞ്ഞു, സ്വപ്നജീവിയായ ആദർശവാദി ഒടുക്കം ചെയ്യേണ്ടത് ചെയ്തു. കുട്ടികളും അധ്യാപകനും ഉറങ്ങാൻ പോയി. വളരെ അകലെ അല്ലാതെയുള്ള ഒരു കുടിലിലാണ് ഇപ്പോൾ അവർ കഴിയുന്നത്. പക്ഷേ രാത്രിയിലെ അത്താഴത്തിന് വകയുണ്ടായിരുന്നില്ല. അരിക്കടക്കാരന് കൊടുക്കാനുള്ള തുക അതിൻ്റെ പരമാവധിയിലെത്തി. അതുമല്ല, സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഫേൺ ഹില്ലിൽ തന്നെ പുതുതായി തുറന്ന ഒരു ചെറിയ കടയിൽ നിന്ന് എന്തെങ്കിലും കടം വാങ്ങാൻ ഒരു മുതിർന്ന കുട്ടിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഞാൻ ശിലാസ്ഥാപനം നടന്നിടത്തെ കൂടാരത്തിലേക്ക് വിശ്രമിക്കാൻ പോയി. കുട്ടികൾ എങ്ങനെയോ അരിയും മറ്റും വാങ്ങി കാര്യം നടത്തി. മാർബിൾ കല്ലിൽ തങ്കലിപികൾ കൊത്തിയ പണിക്കാരന് കൂലിയായി എൻ്റെ കീശയിൽ അവസാനിച്ച അവസാനത്തെ പൈസ കൊടുത്ത ശേഷം അത്താഴത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ലെന്ന് വിചാരിച്ച് ഞാൻ കൂടാരത്തിനകത്ത് പോയി ഉറക്കമായി. വന്യമൃഗങ്ങളുടെ ഉപദ്രവമുണ്ടാവുമോ എന്ന് ഭയപ്പെടാതിരുന്നില്ല. ആഡംബരപൂർണമായ പുറംമോടിയും നഗ്നമായ യാഥാർത്ഥ്യവും തമ്മിൽ പലപ്പോഴും കാണാറുള്ള ശ്രദ്ധേയമായ പ്രതിദ്വന്ദ്വഭാവത്തെ ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ വിശദാംശങ്ങൾ രസകരമായി തോന്നാം. ഇങ്ങനെ ഗുരുകുലത്തെ അതിൻ്റെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി ചെയ്ത പണികളെല്ലാം തികഞ്ഞ പരാജയമായി. ഞങ്ങൾക്ക് പ്രസിദ്ധി വന്നതിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണുണ്ടായത്. പ്രതാപങ്ങളെല്ലാം വെറും ശൂന്യം. എല്ലാം പുക പോലെ പോയി. എല്ലാ വൃഥാഡംബരങ്ങളുടെയും കഥ അതാണല്ലോ. ആന്തരികമായ സ്ഥൈര്യത്തിൻ്റെ അവലംബം ആഴത്തിൽ കുടികൊള്ളുന്ന അധ്യാത്മമായ ഉറവിടമാണ്. അതിൻ്റെ പോഷകശക്തിയെ ഉദ്ദീപിപ്പിക്കുന്നതിനുള്ള പടികളെന്ന നിലയിൽ ഇത്തരം യാതനകൾ അനിവാര്യവുമാണ്. 2-ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.